സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കൾച്ചർ മീഡിയനെ പറ്റിയാട്ടോ പഠിക്കുന്നത്. നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് കൾച്ചർ മീഡിയ ക്ലാസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. സോ ലെറ്റ്സ് സ്റ്റഡി ദാറ്റ്. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഈസ് കൾച്ചർ മീഡിയ ഗൈസ്? കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർഫസ് വെയർ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ. ഓക്കെ, ഒരു മൈക്രോ ഓർഗാനിസംസിന്, അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, എനിത്തിങ് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയനെ പറയുന്ന പേരാണ് കൾച്ചർ മീഡിയ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, സോ ഈ കൾച്ചർ മീഡിയ നമ്മൾ ഉണ്ടാക്കുന്നത് അഗാർ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ്. ഓക്കെ, എന്താടാ അഗാർ? ഓക്കെ, ഈ അഗാർ എന്താണ് സംഭവം? അഗാർ ഇസ് ബേസിക്കലി നമ്മൾ സീ വീഡ്സ്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. സീ വീഡ്സ് എന്നാണ് അഗാർ എന്ന് പറഞ്ഞൊരു കോമ്പനൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഏത് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് അഗാറിലിട്ടാൽ അത് ഗ്രോ ചെയ്യും. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗാറുണ്ട്. നമ്മൾ ഈ അഗാറിൻ്റെ കൂടെ നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യാം. പല തരത്തിലുള്ള കൾച്ചർ മീഡിയ നമ്മൾ ഈ അഗാറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ബേസിക്കലി അതിൻ്റെ ബേസിക് ഫസ്റ്റ് കോമ്പനൻറ്റ് എന്താണ് കൾച്ചർ മീഡിയ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അഗാർ. എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ സീ വീഡ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാർ. ഓക്കെ, അഗാറിൻ്റെ എക്സാമ്പിളാണ്. അഗാർ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇതാണ് സീ വീഡ്. ഓക്കെ, അഗാറിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ എന്താണ്? എന്തെങ്കിലും ന്യൂട്രിറ്റീവ് വാല്യൂ അഗാറിനുണ്ടോ? ഇല്ല, നൺ. ഓക്കെ, ദർ ഇസ് അഗാർ ആസ് സച്ച് ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ അതിനില്ല. നമ്മൾ അതിലേക്ക് ഈ ബ്ലഡോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ന്യൂട്രീഷൻ ഓർഗാനിസത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ അഗാർ ഒറ്റയ്ക്കാണെങ്കിൽ അഗാറിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും, എന്ന് വെച്ചാൽ ന്യൂട്രീഷൻ അതിനകത്തില്ല, അഗാർ മാത്രമാണെങ്കിൽ. കേട്ടോ, ശരി. അഗാറിൻ്റെ കോമ്പോസിഷൻ എന്താണ്? What is the composition of agar? Very important, that is polysaccharide. Okay, so agarനെ പറ്റി ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് കൾച്ചർ മീഡിയ കോമ്പനൻസ് ആണ്. നമുക്ക് കുറേ കൾച്ചർ മീഡിയ ഉണ്ട്, പല തരത്തിലുള്ള കൾച്ചർ മീഡിയ. ഓരോ ഓർഗാനിസത്തിനും ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ പല കൾച്ചർ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോമ്പനൻസ് എന്താണെന്ന് നിങ്ങൾ എഴുതണം. സോ ബേസിക്കലി കൾച്ചർ മീഡിയനെ പറ്റി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഓൾ ദീസ് പോയിൻറ്റ്സ്. സിമ്പിൾ. പിന്നെ കുറച്ച് മഗ്ഗിങ് അപ്പും കൂടെ ഉണ്ട് ഈ ടോപ്പിക്കിനകത്ത്. ഓക്കെ, കൾച്ചർ മീഡിയ കോമ്പനൻസ് എന്തൊക്കെയാടാ? ഒബ്വിയസ്ലി അഗാർ ഉണ്ടാവും, അതിൻ്റെ കൂടെ പെപ്റ്റോൺ, പിന്നെ വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊരു ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ. പിന്നെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് മീറ്റ്, ഈസ്റ്റ്, ബ്ലഡ്, സീറം. ഇത് നമ്മൾ ഏത് ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നു ഈ കോമ്പനൻസിലേക്ക്, അതനുസരിച്ച് കൾച്ചർ മീഡിയയുടെ പേരും മാറും. ഓക്കെ, സോ ഫസ്റ്റ് കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ മീഡിയ ആണ്. ഓക്കെ, സിമ്പിൾ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, അത് ബേസിക്കലി ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് പോലെ ആയിരിക്കും കാണാൻ. അതിനകത്ത് പെപ്റ്റോൺ വാട്ടറും സോൾട്ടും വാട്ടറും, ഇതാണ് അതിൻ്റെ കോമ്പനൻസ്. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ ഇത് ഈ മീഡിയ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസത്തിനെ വളർത്താനാണ് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസംസ് എന്ന് വെച്ചാൽ? അവർ ഭയങ്കര സിമ്പിൾ ഓർഗാനിസംസ് ആണ്. എന്ന് വെച്ചാൽ അവർ പറയും, മാഡം എനിക്ക് വലിയ കാര്യങ്ങൾ, ബ്ലഡോ അല്ലെങ്കിൽ ഈസ്റ്റോ അങ്ങനെയൊന്നും വേണ്ട വളരാൻ, ചെറിയൊരു പെപ്റ്റോൺ വാട്ടർ, ഇത്തിരി സോൾട്ട്, വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ വളരാം. അങ്ങനെ പറയുന്ന ഓർഗാനിസംസ് ആണ് നോൺ ഫാസ്റ്റീഡിയസ് ഓർഗാനിസംസ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ മീഡിയ യൂസ് ചെയ്യും. ഞാൻ അത് കാണിച്ചു തരാം. സോ നോക്കടാ, ഇതാണ് നമ്മുടെ സിമ്പിൾ മീഡിയ. കണ്ടോ, ദിസ് ഇസ് ബേസിക്കലി പെപ്റ്റോൺ വാട്ടർ. ഇനിയും ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ കൂടെ ഞാൻ 1% മീറ്റ് ബ്രോത്തും കൂടെ ആഡ് ചെയ്താൽ, എന്താടാ 1% മീറ്റ് ബ്രോത്തും കൂടെ മീറ്റ് എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്താൽ വാട്ട് യു ഗെറ്റ് ഇസ് എ ന്യൂട്രിയൻറ്റ് ബ്രോത്ത്. ഓക്കെ, ഈ ബ്രോത്തിൻ്റെ അർത്ഥം എന്താണ്? ബേസിക്കലി നമ്മുടെ സൂപ്പ് പോലെ. ഓക്കെ, ഒരു സെമി ലിക്വിഡ് പോലെ തന്നെയായിരിക്കും കാണാൻ. സോ ബേസിക്കലി വിത്ത് ഓൾ ദീസ് 3. ഓക്കെ, 1% മീറ്റ് ബ്രോത്ത് അല്ലടാ, ഇഫ് യു ആഡ് മീറ്റ് എക്സ്ട്രാക്റ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന മീഡിയയുടെ പേരാണ് ന്യൂട്രിയൻറ്റ് ബ്രോത്ത്. ഓക്കെ, ന്യൂട്രിയൻറ്റ് ബ്രോത്തും ഒരു സിമ്പിൾ മീഡിയയുടെ എക്സാമ്പിളാണ്. ഓക്കെ, നൗ ഈ ഒരു കോമ്പനൻസിൻ്റെ കൂടെ ഞാൻ 2% അഗാർ ആഡ് ചെയ്താൽ കിട്ടുന്ന മീഡിയയുടെ പേരാണ് ന്യൂട്രിയൻറ്റ് അഗാർ. സോ ബേസിക്കലി നമ്മുടെ പെപ്റ്റോൺ വാട്ടർ, NaCl വാട്ടർ. ഓക്കെ,
അതിൻ്റെ കൂടെ നമ്മൾ 1% മീറ്റ് എക്സ്ട്രാക്റ്റും 2% അഗാറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ന്യൂട്രിയൻറ്റ് അഗാർ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നതാണ് എന്ത്? യെസ്, ദിസ് ഈസ് എ ന്യൂട്രിയൻറ്റ് അഗാർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എൻറിച്ച്ഡ് മീഡിയാസിനെ പറ്റിയാണ്. എന്താണ് ഈ എൻറിച്ച്ഡ് മീഡിയാസ്? ഇവിടെ നമ്മൾ എഗ്ഗ്, ബ്ലഡ്, ഓക്കെ, സീറം ഇതൊക്കെ ആഡ് ചെയ്യും അഗാറിനകത്ത്. ഓക്കെ, ബിക്കോസ് ചില ഓർഗാനിസംസ് ഉണ്ടല്ലോടാ, ദേ ആർ വെരി ഹംഗ്രി. ഓക്കെ, സോ നമ്മൾ ചിലർക്ക് പിസ്സ, ചിക്കൻ, മട്ടൺ അതൊക്കെ വേണമല്ലോ, റൈറ്റ്? വിൽ ബി ഹാപ്പി. അതൊക്കെ കിട്ടുമ്പോൾ ചില ആൾക്കാർ ദിൽ ബി വെരി ഹാപ്പി ആൻഡ് ദിൽ ഗ്രോ മോർ. അതേപോലെ ചില ഓർഗാനിസംസിന് എഗ്ഗ്, ബ്ലഡ്, സീറമൊക്കെ അഗാറിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് വളരും. ഓക്കെ, സോ അങ്ങനത്തെ ഓർഗാനിസംസിനെ പെട്ടെന്ന് കൾച്ചറൽ മീഡിയയിൽ വളർത്താനായിട്ട് നമ്മൾ ഈ കോമ്പണൻസ് ഒക്കെ ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു മീഡിയനെ പറയുന്ന പേരാണ് എൻറിച്ച്ഡ് മീഡിയ. മനസ്സിലായോ? നമ്മൾ എൻറിച്ച് ചെയ്യാണ് മീഡിയനെ എന്ത് ആഡ് ചെയ്തിട്ട്? എഗ്ഗ്, ബ്ലഡൊക്കെ ആഡ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ എൻറിച്ച്ഡ് മീഡിയയുടെ 2 എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? 1 ഈസ് ബ്ലഡ് അഗാർ, വെരി ഗുഡ്. 2 ഈസ് ചോക്ലേറ്റ് അഗാർ. ഓക്കെ, ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്ലഡ് അഗാർ. ഓക്കെ, ഒബ്വിയസ്ലി ഇറ്റ് ലുക്സ് റെഡ്. നിങ്ങളെല്ലാവരും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ, ഐ നോ ദാറ്റ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ബ്ലഡ് അഗാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ന്യൂട്രിയൻറ്റ് അഗാർ ഇല്ലേ, ബേസിക്കലി അഗാർ എന്ന് പറഞ്ഞാൽ എല്ലാ കൾച്ചർ മീഡിയയിലും നമ്മൾ 2% അഗാറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഓൾ കൾച്ചർ മീഡിയ. എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി നമ്മൾ എല്ലാ കൾച്ചർ മീഡിയയിലും 2% അഗാറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രിയൻ്റ് അഗാറിൻ്റെ കൂടെ നമ്മൾ ഒരു ഏകദേശം നോട്ട് 2%, ഇറ്റ് ഈസ് ആക്ച്വലി 5 to 10%. ഓക്കെ, 5 to 10% ഷീപ്പ് RBCs ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബ്ലഡ് അഗാർ കിട്ടും. ഓക്കെ, സോ ബ്ലഡ് അഗാർ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താടാ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ അഗാറിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടുമ്പോൾ നമ്മളതിനെ എൻറിച്ച്ഡ് മീഡിയ അല്ലെങ്കിൽ എൻറിച്ച്ഡ് അഗാർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ RBC ആഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് റെഡ് ബ്ലഡ് സെൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗാറിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുന്നുണ്ട്. ഓർഗാനിസംസിന് RBCs ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ RBCs കൊടുത്താൽ അത് പെട്ടെന്ന് വളരും, ഈ ചില ഓർഗാനിസംസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് അഗാർ എൻറിച്ച്ഡ് അഗാർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? RBCസിനകത്ത് ആഡ് ചെയ്യുന്നു. 2 നമ്മുടെ ബ്ലഡ് അഗാർ, ബ്ലഡ് അഗാർ ഡിഫറൻഷ്യൽ മീഡിയ എന്നും പറയും. ഡിഫറൻഷ്യൽ മീഡിയൻ്റെ അർത്ഥം എന്താ മക്കളെ? ഡിഫറൻഷ്യൽ മീഡിയയുടെ അർത്ഥം അങ്ങനെ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ കുറേ ഓർഗാനിസംസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് അതിന് കഴിയും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസിനെ നമ്മൾ ഇതിനകത്ത് വളർത്തിയാൽ സ്ട്രെപ്റ്റോകോക്കസ് 3 തരത്തിൽ ഹീമോലൈസിസ് കാണിക്കാറുണ്ട്. ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് RBCs. ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടല്ലോ, നമ്മൾ RBCസിനെ ബ്രേക്ക് ചെയ്യാറുണ്ട്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. 3 തരത്തിലുള്ള RBC ബ്രേക്ക് നമ്മൾ കാണാറുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് വളരുവാണെങ്കിൽ. ആൽഫ ഹീമോലൈസിസ് ഉണ്ട്, ബീറ്റ ഉണ്ട്, പിന്നെ ഗാമ ഉണ്ട്. മനസ്സിലായോ? ഹീമോലൈസിസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? RBCs ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹീമോലൈസിസ്. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ഓർഗാനിസം നമ്മുടെ RBCസിനെ ബ്രേക്ക് ചെയ്യാറുണ്ട്, പല തരത്തിൽ ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു രീതിയാണ് ആൽഫ ഹീമോലൈസിസ് എന്ന് പറയും. ഞാൻ ഫോട്ടോസൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. പിന്നുള്ളത് ബീറ്റ ഹീമോലൈസിസ്, പിന്നുള്ളത് ഗാമ ഹീമോലൈസിസ്. ഓക്കെ, അപ്പം പലതിനും ഈ 3 3 കളറാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഹീമോലൈസിസ് നടന്നു കഴിഞ്ഞാൽ 3 കളറായിട്ടായിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ബ്ലഡ് അഗാറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ കഴിയും. എന്നുവെച്ചാൽ ഏത് സ്ട്രെപ്റ്റോകോക്കസിൻ്റെ സ്പീഷീസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കളർ കാണുകയാണെങ്കിൽ നമ്മൾ പറയും അത് ആൽഫ ഹീമോലൈസിസ് ആണ്. ഓക്കെ, വേറെ കളറാണെങ്കിൽ ബീറ്റോ ഹീമോലൈസിസ് ആണ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓർഗാനിസത്തിലെ ഒരു ഓർഗാനിസത്തിന് തന്നെ പല ടൈപ്സിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അങ്ങനെ ഒരു മീഡിയത്തിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ മീഡിയ. സോ ബ്ലഡ് അഗാർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ മീഡിയ ഓൾസോ. ഇത് നമുക്ക് കുറച്ചും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്തിരിക്കുക, ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞാൽ അതൊരു എൻറിച്ച്ഡ് മീഡിയയാണ്, അതൊരു ഡിഫറൻഷ്യൽ മീഡിയമാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്തത് ഇതെന്താടാ? ഇതാണ് ചോക്ലേറ്റ് അഗാർ. എന്താടാ? ചോക്ലേറ്റ് അഗാർ. ഓക്കെ, കാണുമ്പോൾ തന്നെ ഇറ്റ് ലുക്സ് ലൈക്ക് ചോക്ലേറ്റ്. ഓക്കെ, സോ ചോക്ലേറ്റ് അഗാർ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? സെയിം തിങ്.
നമ്മൾ ബ്ലഡ് അഗാർ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആക്ച്വലി ബേസിക്കലി സെയിം തിങ്. ന്യൂട്രിയൻറ്റ് അഗാറിൻ്റെ കൂടെ ഞാനൊരു 5 to 10% RBCs ആഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഹിയർ വാട്ട് ഐ ഡു ഇസ്, ഇത് ഞാൻ കൂൾ ചെയ്യും. ഓക്കെ, 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിങ്ങനെ ഇത്ര ആഡ് ചെയ്തിട്ട് ഞാനിത് 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ചോക്ലേറ്റ് അഗാർ. പക്ഷേ മക്കളെ, ബ്ലഡ് അഗാറിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബ്ലഡ് അഗാറും സെയിം തിങ് ആണ്. ഓക്കെ, നമ്മൾ ന്യൂട്രിയൻ്റ് അഗാറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? 5 to 10% ഷീപ്പ് RBCs ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോടാ, 50 ഡിഗ്രി സെൽഷ്യസിലെയാണ് കൂൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 50 ഡിഗ്രി സെൽഷ്യസിലെ ആണ് കൂൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബ്ലഡ് അഗാർ. ഓക്കെ, പക്ഷേ അത് 70 ഡിഗ്രി, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് 70 ഡിഗ്രി സെൽഷ്യസിലാണ് അത് കൂൾ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ചോക്ലേറ്റ് അഗാർ. സോ ബേസിക്കലി ആ ടെമ്പറേച്ചർ വ്യത്യാസം നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ബ്ലഡ് അഗാറാണോ കിട്ടുന്നത്, ചോക്ലേറ്റ് അഗാറാണോ കിട്ടുന്നതെന്ന്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, ബ്ലഡ് അഗാറാണോ നല്ലത്, ചോക്ലേറ്റ് അഗാറാണോ നല്ലത്? യെസ്, നിങ്ങൾക്ക് ചോക്ലേറ്റല്ലേ കൂടുതൽ ഇഷ്ടം. സോ സെയിം തിങ്, ചോക്ലേറ്റ് അഗാറാണ് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ്. ഓക്കെ, കാരണം എന്താണെന്നറിയോടാ, നമ്മുടെ ചോക്ലേറ്റ് അഗാറിനകത്ത് രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഫാക്ടർ V ആൻഡ് ഫാക്ടർ X, അല്ലെങ്കിൽ ഫാക്ടർ 5 ആൻഡ് ഫാക്ടർ 10 എന്ന് പറയാം. ഓക്കെ, സോ നമ്മുടെ ഈ RBCസിനെ നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുമ്പോഴത്തേക്കും RBCs ഏത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യടാ? ഫാക്ടർ 5 ആൻഡ് ഫാക്ടർ 10 റിലീസ് ചെയ്യും. സോ ഈ ഫാക്ടേഴ്സ് ഭയങ്കര ന്യൂട്രീഷൻ ഓർഗാനിസംസിന് കൊടുക്കുന്നതാണ് നമ്മുടെ ഫാക്ടർ 5ഉം ഫാക്ടർ 10ഉം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് അഗാർ വളരെ ന്യൂട്രീഷ്യസ് ആണ്. സോ ഐ എം ലിറ്റിൽ കൈൻഡ് ഓഫ് സ്ലീപ്പി ഗൈസ്. ഞാൻ ഈ രാത്രി ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ കൈൻഡ് ഓഫ് ടങ് ട്വിസ്റ്റേഴ്സ്. 1 minute ഗൈസ്. ഓക്കെ മക്കളെ, അടുത്ത എൻറിച്ച്ഡ് മീഡിയ ആണ് നമ്മുടെ ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ്. ഓക്കെ, ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ്. ഈ സീറം സ്ലോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയ വളർത്താനായിട്ടാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻ ആണ്. ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ് ഇസ് യൂസ്ഡ് ടു ഗ്രോ വിച്ച് ഓർഗാനിസം? ഏതാടാ? കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ സീറത്തിനകത്ത് ഈ കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയ വളരാനായിട്ട് എത്ര സമയമെടുക്കും എന്ന് ആർക്ക് പറയാൻ പറ്റും? വെരി ഗുഡ്, 6 to 8 hours എടുക്കും കേട്ടോ. ഫൈൻ. ഇനിയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദി അതർ നെയിം ഓഫ് കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയ? ഓക്കെ, മൈ സ്റ്റുഡൻസ് ഷുഡ് റൈറ്റ് ഡൗൺ ദ കമൻറ്റ്സ്. ഓക്കെ, കോർണേ ബാക്ടീരിയം ഡിഫ്തീരിയയുടെ വേറെ ഒരു പേരുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യണം കേട്ടോ. ശരി, അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഏത് മീഡിയ ആണ്? ലോവൻസ്റ്റെയിൻ ജെൻസൺ മീഡിയ. 10 മാർക്ക് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വൈവയിൽ ഇത് ചോദിക്കും. ഓക്കെ, LJ മീഡിയ, ലോവൻസ്റ്റെയിൻ ജെൻസൺ മീഡിയ. ഈ മീഡിയ നീ ഗ്രീൻ കളർ കാണുവാണെങ്കിൽ LJ മീഡിയ എന്ന് പറയുക കേട്ടോ. സോ എന്തിനാണ് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഓക്കെ, ആ ബാക്ടീരിയനെ വളർത്താനായിട്ടാണ് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ബാക്ടീരിയ വളരുമ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ കോളനീസ് കിട്ടും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ജസ്റ്റ് റിമെമ്പർ വൺ തിങ് ഇൻ ദിസ്. ഈ LJ മീഡിയനകത്ത് നമ്മൾ മാലഷൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കോമ്പനൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ മോനെ? മാലഷൈറ്റ് ഗ്രീൻ. ഓക്കെ, എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്ന മാലഷൈറ്റ് ഗ്രീൻ? ആർക്ക് പറയാം? ഈ മാലഷൈറ്റ് ഗ്രീൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്രീൻ കളറിൽ നിങ്ങളിത് കാണുന്നത്. ഓക്കെ, സോ ഈ മാലഷൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതിനകത്ത് ഈ ഒരു മീഡിയനകത്ത് ആഡ് ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് TB ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയം TBനെ മാത്രം വളർത്തിയാൽ മതി ഇതിനകത്ത്. വേറെ ഒരു ബാക്ടീരിയ എനിക്ക് ഇതിനകത്ത് വളർന്ന് കാണണ്ട. ഓക്കെ, സോ ടു ഇൻഹിബിറ്റ് അതർ ഓർഗാനിസം ഗ്രോത്ത്, മറ്റ് ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ മാലഷൈറ്റ് ഗ്രീൻ ഈ ഒരു മീഡിയനകത്ത് ആഡ് ചെയ്യുന്നത്. എനിക്ക് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആ പേഷ്യൻറ്റിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഉണ്ടെങ്കിൽ അത് മാത്രം വളർന്നാൽ മതി ഇതിനകത്ത് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നത്? മാലഷൈറ്റ് ഗ്രീൻ ആഡ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഇൻഹിബിറ്റ് അതർ ഓർഗാനിസംസ് ഫ്രം ഗ്രോയിങ്. ഈസി. ഓക്കെ, സോ ഈ പിക്ചർ മാർക്കില്ല കേട്ടോ. ഓക്കെ, അടുത്തത് എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഞാൻ ബ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ലിക്വിഡ് മീഡിയമാണ് കേട്ടോ. സോ എൻറിച്ച്ഡ്, പിള്ളേർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇവിടെയാണ്. എന്താണ് മക്കളെ എൻറിച്ച്ഡ് മീഡിയ? എന്താണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ? അത് സോളിഡാണ് കേട്ടോ. സോളിഡ് മീഡിയ ആണ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ബ്ലഡോ
ഈസ്റ്റും ഒക്കെ ആഡ് ചെയ്യും. നമ്മൾ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടും, റൈറ്റ്? ഒരു നോർമൽ അഗാറിൻ്റെ കൂടെ നമ്മൾ ബ്ലഡൊക്കെ ആഡ് ചെയ്താൽ അതിനെ നമ്മൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയും. ബേസിക്കലി ഇതൊരു സോളിഡ് മീഡിയ ആണ്. ഓക്കെ, എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ലിക്വിഡ് മീഡിയ ആണ്. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, ലിക്വിഡ് മീഡിയ ആണ്. ആൻഡ് ദിസ് ഈസ് വെരി സെലക്റ്റീവ് ഓൾസോ. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാൻ മോനെ? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ it will allow only certain organism or specific organism to grow. Meaning ചില ഓർഗാനിസംസിനെ മാത്രമേ അത് ഗ്രോ ചെയ്യാനായിട്ട് ഇത് സഹായിക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഭയങ്കര എന്താ പറയുക, കണ്ണിങ് ആണ്. നമ്മുടെ 3 Idiots മൂവി കണ്ടിട്ടില്ലേ, ഹിന്ദി? അതിനകത്ത് ദർ ഇസ് വൺ ബോയ്, ഓക്കെ, അവനെല്ലാം പഠിക്കും, മറ്റേ ആൾക്കാരെ പഠിക്കാൻ സമ്മതിക്കില്ല എക്സാമിൻ്റെ തലേന്ന്. അതേപോലെ ഒരു ഓർഗാനിസത്തിനെ വളരാനായിട്ട് ഈ സെലക്റ്റീവ് മീഡിയ സമ്മതിക്കും, പക്ഷേ ബാക്കി ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ സെലക്റ്റീവ് മീഡിയേൻ്റെ അർത്ഥം. സെലക്റ്റീവ് ആണത്. ഓക്കെ, സോ എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എഗെയിൻ ഞാൻ പറയുന്നത് ലിക്വിഡ് മീഡിയ ആണ്, അത് ഒരു സെലക്റ്റീവ് മീഡിയ ആണ്. അത്രയും മനസ്സിലായോ? എൻറിച്ച്ഡ് മീഡിയ എന്താ മക്കളെ? എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞാൽ അത് സോളിഡ് മീഡിയ ആണ്. ബേസിക്കലി നമ്മളിവിടെ ഒരു അഗാറിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്ത് ആഡ് ചെയ്യുന്നു? RBC ആഡ് ചെയ്യാം, ഈസ്റ്റ് ആഡ് ചെയ്യാം, അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടുന്നു. അതാണ് എൻറിച്ച്ഡ് മീഡിയ. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഫൈൻ. ഓക്കെ, 2 എക്സാമ്പിൾ ഓഫ് എൻറിച്ച്മെൻറ്റ് മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെലനൈറ്റ് എഫ് ബ്രോത്ത് എഴുതാം, ടെട്രാ തയോനേറ്റ് ബ്രോത്ത് എഴുതാം. സോ ഇത് ഈ ബ്രോത്തിൽ വളരുന്ന 2 ഓർഗാനിസംസ് ആണ് സാൽമോനെല്ലയും ഷിജെല്ലയും. ബേസിക്കലി ഇവർ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കുറേ പ്രോപ്പർട്ടീസ് സെയിം ആണ്. 2 ഓർഗാനിസം ആണെങ്കിലും സാൽമോനെല്ല, ഷിജെല്ല കുറേ പ്രോപ്പർട്ടീസ് സെയിം ആണ്. നമുക്ക് ഐ ടെൽ യു, അടുത്ത ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻറിച്ച്മെൻറ്റ് ബ്രോത്തിൻ്റെ 2 എക്സാമ്പിൾ ബേസിക്കലി ഇത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമാണ്. എന്താണ്? സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്ന് എഴുതുക, ടെട്രാ തയനൈറ്റ് ബ്രോത്ത് എന്ന് എഴുതുക. ഈ 2 ബ്രോത്തിലും എന്ത് ഓർഗാനിസം ഗ്രോ ചെയ്യാനാണ് നമ്മൾ ഈ 2 ബ്രോത്ത് ഉപയോഗിക്കുന്നത്? സാൽമോനെല്ല ആൻഡ് ഷിജെല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ ഗൈസ്, ഐ എം സ്റ്റോപ്പിംഗ് ദ ക്ലാസ് ഫോർ ടുഡേ. ഈ കൾച്ചർ മീഡിയ കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. നമുക്കിനിയും സെലക്റ്റീവ് മീഡിയ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് മെക്കോങ്കി അഗാറുണ്ട്, ക്ലെഡ് മീഡിയനെ പറ്റി പഠിക്കണം, മാനിറ്റോൾ സോൾട്ട് അഗാർ, പിന്നെ പൊട്ടാഷ്യം ടെലറേറ്റ് അഗാർ, അങ്ങനെ കുറച്ച് സെലക്റ്റീവ് മീഡിയനെ പറ്റിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതും കൂടെ എടുത്താൽ ഭയങ്കര ലെങ്തി ക്ലാസ് ആയി പോകും കേട്ടോ. ഞാനിപ്പം ഇവിടെ നിർത്തുവാണേ. ബാക്കി ക്ലാസ് അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പം സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.